ഹലോ ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ഈ ഒരു ക്ലോക്കാണ്. സാധാരണ എല്ലാ ക്ലോക്കുകളുടെയും നമ്പറുകൾ 1, 2, 3 എന്ന് തുടങ്ങുന്നത് ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും. എന്നാൽ ഈ ക്ലോക്കിന്റെ നമ്പറുകൾ തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നാണ്, ഇവിടെയാണ് അവസാനിക്കുന്നത്. മാത്രമല്ല ഈ ക്ലോക്ക് കറങ്ങുന്നത് നേരെ എതിർ ദിശയിലേക്കാണ്. കണ്ടോ? നമ്മൾ പുതിയ ക്ലോക്ക് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, ഉള്ള ക്ലോക്കിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് ഇതേ രൂപത്തിലേക്ക് മാറ്റാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു ക്ലോക്കിനെയാണ് നമ്മൾ വെറൈറ്റി മോഡൽ ക്ലോക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ക്ലോക്കിന്റെ പുറകിലുള്ള ബാറ്ററി ഊരി മാറ്റാം. അതിനുശേഷം നമ്മൾ ആണിയടിച്ച് ഉറപ്പിക്കാറുള്ള ആ ഒരു ഹുക്ക്, അതും 2 സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടാകും, അതും ഊരി മാറ്റാം. അതേപോലെ തന്നെ ക്ലോക്കിന്റെ ഗ്ലാസ് പിടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം 4 സ്ക്രൂവിലാണ് പിടിപ്പിച്ചിട്ടുള്ളത്. ആ 4 സ്ക്രൂവും ഇതേപോലെ തന്നെ കെയർഫുള്ളായിട്ട് ഊരി മാറ്റുക. ശേഷം ആ ഗ്ലാസ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം ക്ലോക്കിന്റെ സൂചി ഓരോന്നോരോന്നായിട്ട് ഊരിയെടുക്കുക. ഈ സൂചി മാത്രമായിട്ട് നമുക്ക് കടകളിൽ നിന്നൊന്നും വാങ്ങാൻ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് ഒരു ബ്ലേഡോ അല്ലെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് വളരെ പതിയെ തെക്കി കഴിഞ്ഞാൽ തന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ക്ലോക്കിന്റെ മെഷീനെയും അതുപോലെ അതിന്റെ ബോഡിയെയും ഒരു നെട്ട് കൊണ്ടായിരിക്കും ബന്ധിപ്പിച്ചിട്ടുണ്ടാവുക. ആദ്യം ആ മെഷീനിന്റെ ആ ഒരു നെട്ട് പതിയെ ഊരിയെടുത്തതിന് ശേഷം മെഷീനെ മാറ്റിവെക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ ആ നമ്പറുകളിൽ വരുന്ന മാറ്റം റെഡിയാക്കാം. ഇങ്ങനെ നമ്പറുകൾ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഞാനൊരു കലണ്ടറിലുള്ള അക്കങ്ങളാണ് കട്ട് ചെയ്തുകൊണ്ട് ഇതിൽ ഒട്ടിക്കുന്നത്. ഇതിലുള്ള 12ാമത്തെയും 6ാമത്തെയും അക്കം നമുക്ക് മാറ്റം വരുത്തേണ്ടതിൻ്റെ കാര്യമില്ല, കാരണം അതിൻ്റെ സ്ഥാനം അവിടെ തന്നെയാണ്. എന്നാലും ഇതിലുള്ള ഓരോ അക്കവും ഒരേ ഫോണ്ടിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് മുഴുവൻ അക്കവും നമ്മൾ പുതിയതായിട്ട് കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പോവുകയാണ്. ഫെവിക്കോൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അക്കങ്ങളെല്ലാം ഞാൻ ഇതിലേക്ക് ഒട്ടിക്കുന്നത്. ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള നമ്പറുകൾ നമുക്ക് സ്റ്റിക്കർ വിൽക്കുന്ന കടകളിലും അതുപോലെ നമ്പർ പ്ലേറ്റ് ഒട്ടിക്കുന്ന കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല വേറൊരു ചോയ്സ് കൂടി നമുക്ക് ഇതിനകത്തുണ്ട്. ഈ നമ്പറുകൾ വരുന്ന ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്ത് നമുക്ക് വരച്ചെടുക്കാവുന്നതുമാണ്. അങ്ങനെ നമ്പറുകളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെഷീനിനെ വലത്തോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മെഷീനിനെ ഇടത്തോട്ട് കറക്കാനുള്ള പണിയാണ്. ആദ്യം നമുക്കിതിൻ്റെ കേസിനെ 2 ഭാഗമായിട്ട് മാറ്റിയെടുക്കാം. 2 സൈഡിലും ഓരോ ക്ലിപ്പായിരിക്കും. ആ ക്ലിപ്പിനെ അകത്തേക്ക് തള്ളിയതിന് ശേഷം കേസ് ഊരി മാറ്റാവുന്നതിനാണ്. അതിനുശേഷം ഇതിൻ്റെ ഓരോ പൽചക്രങ്ങളും ഓരോന്നോരോന്നായിട്ട് ഊരിയെടുക്കുക. പൽചക്രങ്ങൾ ഊരിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ഇടുമ്പോൾ നമുക്ക് മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു ഫോട്ടോ എടുത്ത് വെക്കാവുന്നതാണ്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു ഫോട്ടോ എടുത്ത് വെക്കാവുന്നതാണ്. അങ്ങനെ ഇതിൻ്റെ പൽചക്രങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഊരി മാറ്റി ഇനി നമുക്ക് അതിൻ്റെ അകത്തുള്ള കോയിൽ എടുത്ത് പുറത്ത് വെക്കാം. ഈ കോയിലാണ് നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നത്. കോയിലിനകത്തു കൂടി ഒരു ഇരുമ്പ് കോറ് കാണാം. ആ ഒരു കോറിനെ നമ്മൾ പതിയെ പുറകിലേക്ക് ഊരിയെടുക്കുക. നേരെ തിരിച്ച് അതിലേക്ക് തന്നെ ഫിറ്റ് ചെയ്യുക. ഇത്ര മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള വർക്ക്. വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഈ ഓരോ പാർട്സും നമ്മൾ ഊരി മാറ്റുമ്പോഴും അതുപോലെ അതിലേക്ക് സെറ്റ് ചെയ്യുമ്പോഴും വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഓരോ പാർട്സും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പുതിയ മെഷീൻ വാങ്ങേണ്ടതായിട്ട് വരും. അതുപോലെ ഇതിൻ്റെ പൽചക്രങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സ്ഥാനം ഒക്കെ ആകെ തെറ്റും. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. ഇനി നമുക്ക് ഓരോ പാർട്സുകളും ഇതിൻ്റെ ആ പൽചക്രങ്ങൾ ഊരിയെടുത്ത ഓരോ പൽചക്രങ്ങളും അതേ രൂപത്തിൽ തന്നെ അതിലേക്ക് സെറ്റ് ചെയ്യാം. ഏകദേശം ഒരു 6ഓളം പൽചക്രങ്ങൾ കൊണ്ടാണ് ഓരോ ക്ലോക്കിൻ്റെയും മെഷീനുകളും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ കേസിൽ നിന്ന് നമ്മൾ നേരത്തെ ഊരിയെടുത്ത ബാറ്ററി അതിലേക്ക് തന്നെ കണക്ട് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സൂചി ഇട്ടുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ഇടത് സൈഡിലേക്ക് തന്നെ അല്ലേ കറങ്ങുന്നത് എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഊരിയെടുത്ത അതേപോലെ തന്നെ ഈ മെഷീനിനെ അതിൻ്റെ ആ കേസിലേക്ക് ആ ഞെട്ട് കൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ സൂചിയും അതിൽ നിന്ന് ഊരിയെടുത്ത അതേപോലെ തന്നെ ആദ്യം മണിക്കൂർ സൂചി, പിന്നീട് മിനിറ്റ് സൂചി, പിന്നെ സെക്കൻഡ് സൂചി, ആ ലെവലിൽ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഓരോ സൂചിയും നിർമ്മിച്ചിട്ടുള്ളത് വളരെ നേർത്ത കമ്പി കൊണ്ടാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. ഈ സൂചി മാത്രമായിട്ട് വാങ്ങാൻ കിട്ടുന്നതല്ല. അതിനുശേഷം നമ്മൾ അതിൽ നിന്നും നേരത്തെ ഊരിയെടുത്ത ഗ്ലാസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് വെക്കുക. അതിൻ്റെ പുറത്തുള്ള ആ ബോഡി
ആ സ്ക്രൂവിലേക്ക് കണക്കാക്കി വെച്ചതിന് ശേഷം മറിച്ച് പിടിച്ച് ആ സ്ക്രൂ ഓരോന്നോരോന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ബാറ്ററി സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ടൈമും ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയുണ്ട്, കറക്റ്റ് ഓക്കെ അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് അറിയിക്കുക. ഓരോ ശനിയാഴ്ചകളിലും ഇതേ രൂപത്തിലുള്ള പുതിയ വീഡിയോകളാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം. ബൈ.